ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഇത് ഇന്നും തുടങ്ങിയല്ല. 10 കോടി രൂപയാണ് ഇപ്പൊ അർബൻ ഡെവലപ്മെന്റിനും കൊണ്ടോട്ടിയിലെ വികസനത്തിനും വേണ്ടി, ടൗൺ നവീകരണത്തിനും വേണ്ടി ചെലവഴിക്കുന്നത്. അതിൽ 1 കോടി രൂപയാണ് കമ്മീഷൻ വാങ്ങുന്നത്. കൗൺസിലർമാര്, കൊണ്ടോട്ടിയുടെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിക്ക് അറിയില്ല, നേതാക്കന്മാരൊക്കെ അറിയില്ല. ഒരു പറ്റം കൗൺസിലർമാര് തീരുമാനിക്കുകയാണ്, എനിക്കിത്ര എന്ന് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലം കമ്മിറ്റി, മുസ്ലിം ലീഗ് വിളിച്ച കമ്മിറ്റിയിൽ നിന്നും ഇത്രയും കൗൺസിലർമാർ 12ഓളം കൗൺസിലർ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും അത് തീരുമാനമായിട്ടില്ല. അതിന് ഈ ഡ്രെയിനേജ് പെടും, കൊണ്ടോട്ടി നവീകരണം പെടും, കൊണ്ടോട്ടി സൗന്ദര്യവൽക്കരണം പെടും. പക്ഷെ അത് ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വലിയ തോടിന് കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപ മാറ്റിവെച്ചത് 2 ദിവസം JCB കൊണ്ടുവന്ന് മാന്തി. ആ മാന്തിയ മണ്ണെല്ലാം കൂടി വേറെ പറമ്പിലെ പാടത്ത് തൂറാൻ വേണ്ടി ഇട്ടു. അവരോടും പൈസ വാങ്ങി, അതിന്റെ പാടത്തിന്റെ ഉടമനോടും പൈസ വാങ്ങി, കൈക്കൂലി വാങ്ങി. ടെലിവിഷനിലൊക്കെ അത് വന്നു കഴിഞ്ഞതാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഓരോ വർഷവും കൊണ്ടോട്ടിയുടെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി എഴുതിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ാണ് പോയത്. നിരന്തരം ഇപ്പോ കേന്ദ്ര സർക്കാരിന് ഒരു ഫണ്ടുണ്ട് 6 കോടി രൂപ. മുറിത്തോട് മുതൽ നീച്ചാണി വരെയുള്ള തോടുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി ആ ഫണ്ട് തുടങ്ങി. 2-3 തമിഴന്മാരെ, ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് അവിടെ 2 ചട്ടി മണലിട്ട് അവരും കഴിഞ്ഞുപോയി. അവിടെ ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ പരാതി പറഞ്ഞു. ഞാൻ 3 പ്രാവശ്യം അവിടെ പോയി നോക്കിയതാണ്. 2-3 ആളുകൾ ഹിന്ദിക്കാരുണ്ടാവും. അത് അവിടെ ഓട്ടടക്കുക, 2 ചട്ടി സിമെന്റ് ഇടുക, പോവാ. അതിന്റെ ഒക്കെ കമ്മീഷൻ ജില്ലാ പഞ്ചായത്താണ്. അതേപോലെ മുനിസിപ്പാലിറ്റി അതിന്റെ കമ്മീഷൻ വാങ്ങുന്നത്. നിരന്തരം ഫണ്ട് ചെലവഴിക്കുക യാതൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കുന്ന 1996 ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയതിന്റെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിന്റെ 40% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ്. അങ്ങനെ ഒരുപാട് അധികാരങ്ങൾ കിട്ടി. 19ഓളം വകുപ്പുകളിലായിട്ട് 164 അധികാരങ്ങളാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയുള്ളത്. ആ അധികാര പദവിയിൽപ്പെട്ടതാണ്. ഡ്രെയിനേജിന്റെ കാര്യത്തിൽ പ്രത്യേകം നിബന്ധന മുനിസിപ്പാലിറ്റി ആക്ടിൽ പറയുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി പരിഹരിക്കാൻ ചെയർമാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുക. പിന്നീട് കൗൺസിൽ ആ തീരുമാനം എടുത്താൽ മതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്റെ ആ നിയമം ബാധകമായിക്കൊണ്ടല്ല ഇത് ഇതുവരെ നിങ്ങൾ പണിയെടുത്തത്. കഴിഞ്ഞ വർഷം ഇപ്പം ശുചിത്വ മിഷന്റെ ഫണ്ടുണ്ട്. ശുചിത്വ ലക്ഷക്കണക്കിന് കോടി കണക്കിന് രൂപ ശുചിത്വ മിഷന്റെ ഫണ്ടുണ്ട്. ഇത് ഈ ഡ്രെയിനേജ് വൃത്തിയാക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവിടെ എല്ലാം കാരണം സംസ്ഥാന സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ് എന്ന് പറയാം. സംസ്ഥാന സർക്കാർ ഈ ഭരിക്കുന്നത് കൊണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം MLA ബോർഡ് വെച്ചത്. 700 കോടി രൂപയുടെ വികസനം ഇവിടെ കൊണ്ടുവന്നാ പറയുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് മാത്രം കഴിവാണ്.